രാവിലെ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ ഓണറായ നോർബർട്ട് അയാളോട് പറയാൻ വെച്ചിരുന്ന കാര്യം ഓഫീസറായ വെൻഡി അത്യാവശ്യമായെന്ന് കാണണമെന്ന് പറഞ്ഞതായി. ഇത് കേട്ടയുടൻ ടിം സ്റ്റേഷനിലെത്തുമ്പോൾ വെൻഡി അറിയിക്കുന്ന ഒരു പ്രധാന കാര്യം, ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ടൗണിലേക്ക് വന്നും പോയും ബാങ്കുകളിലും മറ്റും മോഷണം നടത്തുന്നവർ. അവർ ഈ ഏരിയയിൽ രാത്രി വന്നേക്കാമെന്നും വളരെ അലേർട്ടായി ഇരിക്കണമെന്നും നൈറ്റ് നോക്കറായ ടിമ്മിനോട് പറയുന്നത് ഒരു ശരിയായ കാര്യമാണ്. സേഫ്റ്റിക്ക് എന്തെങ്കിലും ആയുധം വേണമെന്ന് ചോദിക്കുന്നതിലും ഏയ് വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് ടിം പറയുന്നു. കാരണം ഇത് വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് ടിമ്മിന് തോന്നിയിട്ടില്ല. മാത്രമല്ല കുറച്ചധികം സാമർഥ്യമൊക്കെ ഉള്ള കൂട്ടത്തിലുമാണ് ആള്. ടിമ്മിന്റെ കാര്യത്തിൽ ഒരു ഗുഡ് ന്യൂസ് എന്തെന്നാൽ വെൻഡി ഇപ്രാവശ്യം നല്ലൊരു പെരുമാറ്റമാണ് ടിമ്മിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവിടെ അടുത്തായി നല്ല ചായയും കോഫിയും ഒക്കെ കിട്ടുന്ന ഷോപ്പിനെ പറ്റി അറിഞ്ഞ് അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റോഡിൽ ആനിയും സ്ലോവൻ എന്നൊരു മറ്റൊരു സ്ത്രീയുമായി എന്തോ കശപിശി ഉണ്ടാകുന്നതായി കാണുന്നു. സ്വന്തം മകൾ ഒരിക്കൽ അവിടെയുള്ള കോറിയിൽ വെച്ച് അബദ്ധവശാൽ മുങ്ങി മരണപ്പെട്ട സ്ലോവനെ ശല്യപ്പെടുത്തുന്നത് ആനിക്ക് മുന്നേ തൊട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ റീസൺ മകളുടെ മുങ്ങി മരണം എന്നത് ഒരു ആക്സിഡന്റ് അല്ലായിരുന്നെന്നും ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഒരു ശക്തമായ കോൺസ്പിറസിയാണ്. ഇത് തീർച്ചയായും സ്ലോവന് വിഷമമുണ്ടാക്കുമ്പോൾ ഇത് കാണുന്ന ടിം വന്ന് കാര്യം എന്താണെന്നും അറിയില്ലേലും ആനി അവിടുന്ന് മാറ്റി തന്റെ കൂടെ കോഫി കുടിക്കാൻ വിളിക്കുന്നു. ഈ സമയം അവിടേക്ക് എത്തുന്ന ഡ്രൂ ആനിക്ക് ഇത്തരം ശല്യപ്പെടുത്തൽ തുടരുന്നതിന് താക്കീത് നൽകുന്നെങ്കിലും ടിം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചൊരു കോഫി കുടിക്കാൻ പോവുകയാണെന്ന് സിറ്റുവേഷൻ ശാന്തമാക്കുന്നു. ആനിക്ക് ഡ്രൂവിനെ അതല്ല, അയാളെപ്പോഴും തനിക്കെതിരെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരോടും പോവുകയാണെന്നും പറഞ്ഞ് പിരിയുമ്പോൾ ഡ്രൂ കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ടൗണിലെ വെപ്പുകാരിക്ക് ഒത്താശ കൊടുക്കുകയാണോ എന്ന്. സ്ലോവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കാനും അവർക്ക് എത്രത്തോളം ശല്യമായിരിക്കും. എന്തായാലും ഇവർ വീണ്ടും കണ്ടുമുട്ടാതിരിക്കാൻ നോക്കേണ്ടത് താനാണെന്നും പറഞ്ഞ് ഡ്രൂ പോകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ടിമ്മിന് എന്തെങ്കിലുമൊക്കെ അറിവ് വരുന്നത് രാത്രി ഡ്യൂട്ടിക്ക് റെഡിയായി ഓഫീസിലെത്തി വെൻഡിയുമായിരിക്കുമ്പോഴാണ്. കോറിയിലുള്ള ആ പുഴയിൽ ഇറങ്ങാൻ പാടില്ലാത്ത റെഡ് സ്റ്റെപ്സ് എന്നൊരു ഏരിയ ഉണ്ട്. നീന്താൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടും ആ പാറക്കോറിയിലേക്ക് സ്ലോവന്റെ മകൾ സോ ഫ്രണ്ട്സുമായി മദ്യപിച്ചിട്ട് പോയി സംഭവിച്ച ആക്സിഡന്റ് ആണെങ്കിലും അവിടെ എന്താ സംഭവിച്ചെന്ന് വ്യക്തമായി ആർക്കും അറിവില്ല. അവരെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പൊങ്ങി. ആ റിവറിന്റെ അടിയിൽ എന്തോ ചുഴിയോ അടിയൊഴുക്കോ ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയുന്ന വെൻഡി ആനയെക്കുറിച്ച് പറയുന്നത് അവർ ആ അപകടം നടന്ന സമയം ഇവിടെ ഇല്ലായിരുന്നു, പിന്നീടാണ് ഇവിടേക്ക് എത്തുന്നത്. കേട്ട കാര്യങ്ങൾ വെച്ച് മെനഞ്ഞെടുത്ത എന്തോ തിയറിയാണെന്ന് പറഞ്ഞിട്ട് ടിമ്മിന് ആനയോട് ഇത്ര അടുപ്പമുണ്ടതേക്കുറിച്ച് ആരായുമ്പോൾ അയാളുടെ അമ്മയെപ്പോലെയാണ് ആനി. ടിമ്മിന്റെ അമ്മയ്ക്കും കുറച്ച് മെന്റൽ ഇഷ്യൂസൊക്കെയായി നല്ല ശ്രദ്ധ നൽകിക്കൊണ്ടായിരുന്നു നോക്കിയിരുന്നത്. അതുകൊണ്ട് ആനയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. മാത്രമല്ല കുട്ടിയായിരുന്നപ്പോൾ അമ്മ വിളിച്ചിരുന്ന ചെല്ലപ്പേര് പോലും അവർക്കറിയാമെന്ന് പറയുമ്പോൾ വെൻഡി അതെ അവരങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ്, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇനി ഈ ആനി TP എങ്ങാണ്ടോ ആണോ? നമുക്ക് നോക്കാം. ടിം എന്തായാലും ആ രാത്രി ആനിയെ പോയി ഒന്ന് നോക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അതേപോലെ തന്നെ രാത്രി അവരുടെ അടുത്തേക്ക് എത്തുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ വേസ്റ്റ് ബിന്നിൽ നിന്നും കിട്ടിയ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും ചുമ്മാ വായിച്ച് ഹാപ്പിയായി ഇരിക്കുമ്പോൾ രാവിലെ നടന്ന സംഭവത്തെക്കുറിച്ച് അവർക്ക് ഒരു ഓർമ്മയില്ല. ടിമ്മിനെ കണ്ടിട്ട് ആ സംഗീതോപകരണം അവരുടെ ഒരു സഹോദരി നല്ലവണ്ണം വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറയുവാണ്, പക്ഷെ ആ സഹോദരിക്ക് ഒരു കാര്യം പറയാൻ കഴിയില്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി, അവിടെ എന്താ നടക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ആനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാമെന്നൊരു വെളിപ്പെടുത്തൽ വരുമ്പോൾ എന്നാൽ ആ സമയം തന്നെ അവിടെ കുറച്ച് മാറി വെടിയുടെ ശബ്ദം കേൾക്കുന്നു. ടിമ്മുടൻ വേറെ ഒന്നും ആലോചിക്കാതെ ആനിയോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതവിടെയുള്ള ലോക്കൽ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നാണ്. ടിം കുറച്ച് മണിക്കൂറുകൾ മുൻപ് ഒരു കോഫി മേടിക്കാൻ പോയ സ്ഥലം കൂടിയായിരുന്നു അത്. ചെന്നതിൻ്റെ ഓണറെ കണ്ടുമുട്ടി. നല്ലൊരു മനുഷ്യനാണ്, പേര് ഡൊബീര എന്നാണ്. അയാളും അവിടേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ചെയ്യുന്ന ജോലി സന്തോഷത്തോടെ ചെയ്ത് ആസ്വദിച്ച് വന്നിരുന്ന ആളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ രാത്രി അയാൾ തോക്കിൻ മുനയിലാവേണ്ടി വരുമ്പോൾ ടിം ആ ഷോപ്പിന്റെ മുന്നിലെത്തി നിൽക്കുന്നതിലും പക്ഷേ കയ്യിൽ ടോർച്ച് അല്ലാതെ ആയുധമൊന്നുമില്ല. ടോർച്ച് ലൈറ്റ് വെച്ച് അവരെയൊന്ന് ഫ്രീസാക്കാൻ നോക്കുന്നതിലും ടിമ്മിന് നേരെ വെടിയുതിർത്തോടെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കെ ആ രണ്ടോമാരും മോഷണം നടത്തി പോകുമ്പോൾ കാർ നമ്പറും മോഡലും ഒന്ന് നോട്ട് ചെയ്ത് അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് ഡൊബീര വെടികൊണ്ട് കിടക്കുന്നതായി കാണുന്നത്. ഈ ഒരു അടിയന്തര സാഹചര്യത്തിലുള്ള ടിമ്മിന്റെ ഇടപെടലിലൂടെ എന്തിനാണ് അയാൾക്ക് ഈ അവാർഡുകളൊക്കെ നൽകി ആദരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാണ്. നല്ലവണ്ണം ചോര പോയിക്കൊണ്ടിരിക്കുന്ന ഓണറെ നേരെ കിടത്തി അവിടെയുള്ള ഓരോ സാധനങ്ങൾ വാസലിനും ഡയപ്പറും ടേപ്പും ഒക്കെ വെച്ച് യുക്തിബോധത്തോടെ ആ ബ്ലീഡിംഗ് ചെറുക്കാനുള്ള ഒരു താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നു. ടിം അങ്ങനെ നല്ല രീതിയിൽ സമയോചിതമായ ഒരു ഇടപെടൽ നടത്തുന്നു. എന്തായാലും ഡ്രൂവിനെ പോലൊന്നുമല്ല. അയാൾ വന്നിട്ട് ഇതെല്ലാം കണ്ട് പതറി നിന്ന് ഒന്ന് പ്രവർത്തിച്ച് തുടങ്ങാൻ തന്നെ കുറച്ച് സമയമെടുത്ത് പിന്നെ ഫോണിൽ വിളിച്ച് ആംബുലൻസും സഹായമൊക്കെ എത്തിക്കുന്നു. എന്നാലും ടിം മൊത്തത്തിൽ ആ സന്ദർഭം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് ഡൊബീറയുടെ ജീവൻ രക്ഷിച്ചപ്പോൾ ചീഫിന് കാര്യത്തിൽ കിമ്മിനോട് നല്ല മതിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നാൽ ലൂക്ക് അവിടെ അടുത്ത ദിവസം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് മിസ് സിക്സ്ബി ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന പോലെ ത്രില്ലിൽ വന്ന് നിൽക്കുന്നു. എങ്കിലും സത്യത്തിൽ അത് ബർത്ത്ഡേ പാർട്ടിയല്ല, ഒരു ഫെയർവെൽ പാർട്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ കുട്ടി ഐറിസ് ബാക്ക് ഹാഫിലേക്ക് പോകുന്ന ദിവസമാണ്. 13 ദിവസമാണ് അവൾ ഈ മുൻപകുതിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെല്ലാം ആടിയും പാടിയും സന്തോഷമുള്ള കാര്യമെന്നോണം കുട്ടികളെല്ലാം കൂട്ടി കേക്ക് കടിച്ച് ഇത് ആഘോഷിക്കുന്നെങ്കിലും ഈ ഐറിസ് ഉൾപ്പെടെ പിള്ളേരെല്ലാം ഒരു ഉത്സവവും ഇല്ലാണ്ട് നിൽക്കുന്നു. അവൾക്ക് കൂട്ടുകാരെ പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലെങ്കിലും നിക്കടുത്ത് വന്നിരുന്ന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവുമെന്ന് പിടിച്ച് സമാധാനിപ്പിക്കുന്നു.
ഇത് കലീഷയ്ക്ക് എന്തോ പോലെ തോന്നുന്നതിന് കാരണം അവൾക്കറിയാം ഐറിസിന് നിക്കിയുടെ മേൽ ഒരു താല്പര്യമുണ്ടെന്നത്. ലൂക്കും ഇത് കണ്ട് കലീഷയോട് ഹേയ് നിങ്ങൾ രണ്ടുപേരപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പമൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കലീഷ 2 ആഴ്ച മാത്രം പരിചയം വെച്ച് എന്താവാനാ എന്ന് പറയുന്നതിലും അവൾക്കിത് കണ്ട് ചെറിയൊരു അസൂയ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അധികം വൈകാതെ എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഒഫീഷ്യലി ഐറിസിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നിക്കിയുടെ ചിന്ത അവളിനി തിരിച്ചു വരാൻ പോണില്ലെന്ന്. അതെന്തുദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് സംശയമാണ്. എന്തായാലും ഈ ചടങ്ങ് കഴിഞ്ഞ് 6Bയും സ്റ്റാക്ക് ഹൗസും കൂടിയിട്ട് വിളിക്കുവാണ് ഇവരുടെ മേലധികാരിയെ, ദ ബോസിനെ. ജോലി ചെയ്തവർ ചതിക്കാൻ ഒരുങ്ങിയതും നിരീക്ഷിക്കാൻ വിട്ട സ്പൈ കൊലയാളിയാവേണ്ടി വന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വിളിച്ച് 6B അതേക്കുറിച്ചും ഇനി എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ആധികാരികതയോടെ പറയുന്നത്. പക്ഷേ സ്റ്റാക്ക് ഹൗസിന് അത്ര പിടിക്കാത്തതിന്റെ റീസൺ മിഷേലിന്റെ കൂടെ ഒരു സ്പൈയെ വിടുക എന്നത് അയാളുടെ ഐഡിയ ആയിരുന്നു. മാത്രമല്ല അതിപ്പോൾ നല്ല രീതിക്ക് ഫലം കാണുകയും ചെയ്തു. 6Bയുടെ കഴിവല്ല ഇതെന്നുള്ള രീതിയിൽ അയാൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ബോസിന് ഇനിയും സ്നാച്ചേഴ്സിന് ആവശ്യമാണ്. അതായത് കുട്ടികളെങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നവരെ. തൽക്കാലത്തേക്ക് ആ സ്പൈ ആയിരുന്ന കെയ്റ്റിന് സ്നാച്ചിങ് സംഘത്തെ നയിക്കാൻ കഴിയുമോ എന്ന താല്പര്യം കേട്ട് നോക്കാമെന്ന് പറഞ്ഞങ്ങനെ കോൾ ഡിസ്കണക്ട് ആവുന്നതും 6B തന്നെ തരം താഴ്ത്തിയതിന് സ്റ്റാക്ക് ഹൗസുമായി ചെറിയ ആർഗ്യുമെന്റ് ഉണ്ടാവുന്നതിനിടയിൽ സ്റ്റാക്ക് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും സംശയിക്കേണ്ട കാര്യമില്ല 6B, കാരണം എനിക്കറിയാമെന്ന കാര്യം നിങ്ങൾക്കറിയാം. ഏത് നാളെ ഇവിടെ നടക്കുന്നതിനെക്കുറിച്ചെല്ലാം പുറത്തറിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ നിങ്ങളും പെടുമെന്ന്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിന്നിലെ 6Bയുടെ പ്രാധാന്യത്തെയാണ് ഇവിടുന്ന് സൂചിപ്പിച്ചത്. ഇവിടെ അങ്ങനെ ചർച്ച നടക്കെ ടോണിക്കുട്ടൻ ലൂക്കിനെ അടുത്ത ടെസ്റ്റിന് വിധേയനാക്കാൻ കൊണ്ടുപോവുകയാണ്. ഡോട്ട്സ് എന്ന ടെസ്റ്റ്. ഇവിടേക്ക് എത്തുന്ന എല്ലാവർക്കും നേരത്തെ തന്നെ എടുത്തിരിക്കേണ്ട ഒരു പരിപാടിയാണത്. ഡോക്ടർ ഹെൻഡ്രിക്സും ടോണിയും നിൽപ്പുള്ള ടെസ്റ്റിംഗ് റൂമിലെ ഒരു ചെയറിൽ കിടത്തി അവൻ്റെ തലയിൽ കുറെ വയറൊക്കെ പിടിപ്പിച്ച് എന്തോ ഒരു ലിക്വിഡ് ശരീരത്തിലേക്ക് കുത്തി കയറ്റുമ്പോൾ ചെയ്യേണ്ടത് ഡോട്ട്സ് കണ്ടാൽ കണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്നും മുൻപ് ജോർജ് പറഞ്ഞ പോലെ. ഹെൻഡ്രിക്സിനെ കണ്ട് ലൂക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഡോക്ടറല്ലേ, തുടക്കത്തിൽ ചില പ്രതിജ്ഞയൊക്കെ എടുക്കാറില്ലേ, ഒരാളിൽ ചെയ്യുന്ന ടെസ്റ്റ് ചെയ്താലും അത് പേഷ്യന്റിനെ അറിയിക്കണമെന്നൊക്കെ. ഇതൊക്കെ കേട്ട നല്ല ഹെൻഡ്രിക്സ് ആകട്ടെ ഇതുപോലുള്ള മുട സംസാരം കുറെ കേട്ടിട്ടുള്ളതാണെന്നും ഇത് തൻ്റെ ജോലിയാണെന്നും ആ ജോലി എന്നത് നിങ്ങളുടെയൊക്കെ കഴിവിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണെന്നും പറഞ്ഞങ്ങനെ ശരീരത്തിൽ അവൻ ചോദിച്ചിട്ടും എന്താണെന്ന് പറയാത്ത ലിക്വിഡ് കുത്തി അങ്ങനെ ഇരിക്കുന്നതും ലൂക്കിൻ്റെ ബോധം ആകെ അലങ്കോലമാവുന്നു. എന്തോ ബോധക്കേടും തലയിറക്കവും ഒക്കെ വന്നെന്ന പോലെ ഇരിക്കുന്നതിലും അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ട് വീണ്ടും ആ ലിക്വിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നതോടെ അറ്റ്ലീസ്റ്റ് അവന് തൊട്ട് മുന്നിലിരിക്കുന്ന മെറ്റൽ ട്രേ ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഒരു ചെയറും. പിന്നാലെ ആകെ അസ്വസ്ഥനായി അവിടെ നിന്ന് ഛർദ്ദിക്കുന്നതോടെ തിരിച്ചു വിടുമ്പോൾ കോമൺ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന മൊറീൻ അത്യാവശ്യം സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. ടെസ്റ്റിൻ്റെ ആദ്യഘട്ടത്തിൽ കുട്ടികൾ എത്രത്തോളം അസ്വസ്ഥരാകുമെന്ന് ഇവർക്കറിയാം. ഒരു മിഠായും കൊടുത്ത് ആദ്യമേ എന്തെങ്കിലും പോയി കഴിക്കാൻ പറഞ്ഞു വിട്ട് ചെല്ലുമ്പോൾ അവിടെ ലൂക്ക് ആദ്യം കാണുന്നത് നിക്കിയാണ്. അവനും അവൻ്റെ ആദ്യ ടെസ്റ്റിനുണ്ടായ ദേഷ്യവും തലവേദനയെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കെ നല്ല രീതിക്ക് അവശനായി വരുന്നതാകട്ടെ ജോർജും. അവനും ഇതുപോലെ ഒരു ടെസ്റ്റും കഴിഞ്ഞെത്തുന്നതാണ്. അതിൻ്റെ പേര് ദ ഡ്രീം ബോക്സ്. ഫ്രണ്ട് ഹാഫിലെ അവസാന ടെസ്റ്റാണ്. നിക്കിയുടെ അഭിപ്രായത്തിൽ ഈ ഡ്രീം ബോക്സ് എന്നത് അവരവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മോശം അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സ്വന്തം ഹൊറർ മൂവിയാണ്. ആ ടെസ്റ്റ് തീർക്കാൻ ഒരേ വഴിയേ ഉള്ളൂ, അതിനെ നേരിടുക. ചുറ്റും നിരീക്ഷണ വലയങ്ങളുള്ളതുകൊണ്ട് ബാസ്കറ്റ്ബോൾ കളിക്കാനെന്ന പോലെ നിക്കിയും ലൂക്കും ഈ സ്ഥലത്ത് നിന്നും പുറത്തു കിടക്കുന്നതിൻ്റെ തടകളെപ്പറ്റി സംസാരിക്കുന്നു. സെക്യൂരിറ്റി ക്യാമറ വഴി പിടിക്കാതിരിക്കാൻ എന്തേലും വൈഫൈ ജാമറോ മറ്റോ ഉണ്ടെങ്കിലേ നടക്കൂ. അപ്പോൾ പറ്റുന്നൊരു കാര്യം ഇവിടെ ഉള്ളവരിലെ ഒരു വീക്ക് ലിങ്കിനെ കണ്ടെത്തുക എന്നത്. എല്ലായിടങ്ങളിലും കാണാം ജോലിയോട് താല്പര്യമില്ലാത്ത കുറച്ച് റബൽ മൈൻഡിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവർ. അവരെ കണ്ടെത്തി അവരുടെ മൈൻഡിൽ കയറിപ്പറ്റി മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു TPA വേണം. നിലവിൽ കലീഷ എന്തായാലും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ടെലിപ്പതിക്കല്ല. മുന്നിലാണെങ്കിൽ അധികം സമയം ശേഷിക്കുന്നുമില്ല. കാരണം കലീഷ പറഞ്ഞിട്ടുള്ളത് കൂടിപ്പോയാൽ 16 ദിവസം മാത്രമാണ് ഒരു ആവറേജ് കുട്ടിക്ക് ഫ്രണ്ട് ഹാഫിൽ നിൽക്കാനായിട്ടുള്ളത്. ലൂക്ക് അവിടെ നിൽക്കെ അവൻ്റെ ശ്രദ്ധ തൊട്ടടുത്ത ഫെൻസിങ്ങിനപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു. ഒരു ദിനം കറുത്ത പുക 2 ചിമ്മിനിൽ നിന്നായി വമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിക്കിക്കും അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ എല്ലാ ആഴ്ചയും ഇതുപോലെ കാണാറുണ്ട്. അതുപോലെ അവിടെ മിക്കപ്പോഴും നടക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഹെൻഡ്രിക്സും 6Bയും ഒരു സ്റ്റോർ റൂമിൽ ചെന്നിട്ട് ലവോ റിലേഷൻഷിപ്പ് ഒന്നുമായി തോന്നുന്നില്ല, അവിടെ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഏർപ്പെടുന്നു. അതും ഒരു ചടങ്ങെന്ന പോലെ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് തിരികെ പോകാൻ ഇറങ്ങുന്ന ഹെൻഡ്രിക്സിനെ കാത്തു നിൽക്കുന്ന സ്റ്റാക്ക് ഹൗസിനോട് പറയാനുള്ളത് ഇനി ഒരു ഡ്രീം സെഷൻ കൂടി കഴിഞ്ഞാൽ ജോർജ് ഈ ഫസ്റ്റ് ഹാഫ് വിടും. സ്റ്റാക്ക് ഇത് കേട്ട് അത് നല്ല കാര്യമാണ്, വരാൻ പോകുന്ന ചില പഴുതുകൾ അടയ്ക്കാൻ അത് സഹായമാകും. എന്നിട്ട് ലൂക്കിനെ കുറിച്ച് അന്വേഷിച്ച ശേഷം അവൻ നല്ല സ്മാർട്ടാണ്, ആ സ്മാർട്ട്നെസ് നമുക്ക് വേറെയും രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഡോക്ടർ എൻ്റെ ജോലി ഇവരുടെ TPA എബിലിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. ഹെൻഡ്രിക്സ് ഇങ്ങനെ പറയാൻ കാരണം സ്റ്റാക്ക് ഹൗസ് ഉദ്ദേശിക്കുന്നത് ലൂക്കിനെ അവിടെ പ്രത്യേക ടെസ്റ്റിംഗോ പ്രോജക്റ്റോ ആയ PC എന്നതിനെ പറ്റിയാണ്. മുൻപ് ഈ ഹെൻഡ്രിക്സ് ഇതേ കാര്യം 6Bയോട് പറഞ്ഞപ്പോൾ അവരത് എടുത്തപാടെ നിരസിച്ച് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്റ്റാക്ക് ഹൗസിനോട് ഹെൻഡ്രിക്സ് പറഞ്ഞു വെച്ചിട്ട് പോകുന്നത് നമ്മുടെ ഈ മിഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിന് പുറത്തുള്ള വേറെ മിഷനുകളിൽ ഈ പരിപാടി ഉപയോഗിക്കാറുള്ളതായി അറിയാമെന്ന് പറഞ്ഞിട്ട്. സ്റ്റാക്ക് ഹൗസ് എന്നിട്ടും വിടാൻ തയ്യാറല്ല. അയാൾ ഹെൻഡ്രിക്സിൻ്റെ വീട്ടിലേക്കുള്ള വഴിക്ക് കൂടി ലൂക്കിനെ PCയിൽ ഉൾപ്പെടുത്താനുള്ള ബുദ്ധിയും പറഞ്ഞ് നടക്കുവാണ്. ഈ 6Bയുടെ കാര്യം അവർക്കിത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന മൈൻഡാണ്. ഇതിനുള്ളിലെ പഴുതുകളെക്കുറിച്ചൊന്നും അവർക്ക് നോട്ടമില്ല. എന്നാൽ സ്റ്റാക്ക് ഹൗസിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അയാൾ ഡോക്ടറോട് പങ്കുവയ്ക്കുന്നത് നമ്മൾ PC പൊട്ടൻഷ്യലുള്ള ആളുകളെ കണ്ടുപിടിച്ചാൽ
അതേറെ ഗുണമുള്ള ഒന്നാണ് എന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് അതേക്കുറിച്ച് സംസാരിക്കുന്ന 6B മുന്നറിയിപ്പ് നൽകിയെന്ന് ഹെൻറിക്സ് ഓർമ്മപ്പെടുത്തുമ്പോൾ അയാൾ പറയുന്നത് പുറത്ത് ആവശ്യക്കാരുടെ ഒരു കൂമ്പാരമുണ്ട്, കണക്കറ്റ സൗഭാഗ്യ ജീവിതം തരാനായി. അവർക്കായി ആര് ഈ പ്രയോജനമുള്ള കുട്ടികളെ എത്തിക്കുന്നു എന്നത് നോക്കി. നിങ്ങളെന്തായാലും ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യുക, കൂടെ PC പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നവരെ ഒന്ന് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നൊരു ബുദ്ധി നൽകി ഇക്കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരും, പ്രത്യേകിച്ച് 6B അറിയാൻ ഇടവരുമെന്ന് പറഞ്ഞു നിർത്തി സ്റ്റാക്കോസ് പിരിയുന്നു. എന്നാൽ 6B വീടിന്റെ ജനാലിൽ നിന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തോ ചുറ്റിക്കളി നടക്കുന്നതായി അവർക്ക് ഒരു മണം കിട്ടുന്നുണ്ട്. തിരികെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെന്നാൽ അവിടെ ലൂക്ക് ഐറിസിന്റെ മുറിയിലേക്ക് പുതിയ ആരോ ഉടൻ വരുന്നതായി മനസ്സിലാക്കുന്നു. പെയിന്റടിയും സെറ്റിങ്ങും എല്ലാം കണ്ട് ഏതോ കൊച്ചുകുട്ടിയാണെന്ന് നിക്കിയോടും കലീഷയോടും പിങ് പോങ് കളിച്ചുകൊണ്ട് നിന്ന് പറയുമ്പോൾ ഈ പ്ലേ ഏരിയ എന്നുള്ളത് സെക്യൂരിറ്റി ക്യാമറയുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ഉള്ളതാണെന്ന് അവർക്കറിയാം. കാരണം മൊറീൻ അത് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കലീഷയ്ക്കും ലൂക്കിനും മൊറീനെ വിശ്വാസമാണെങ്കിലും നിക്കിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആരെയും വിശ്വാസമില്ല, ജോർജിനെ ഉൾപ്പെടെ. അവനിപ്പോൾ ഡ്രീം ബോക്സിന്റെ ആദ്യ ടെസ്റ്റ് കഴിഞ്ഞതോടെ അവന്റെ ടെലികൈനസിസ് എബിലിറ്റി നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. എങ്ങനെയെന്നാൽ ആ വെൻഡിങ് മെഷീനിൽ നിന്നവൻ ഒരു കോയിനിട്ട് ഒരു സ്നാക്ക് എടുത്തതിന് പിറകെ അവന്റെ അപ്ഡേറ്റഡുള്ള പവർ വെച്ച് ആ കോയിൻ അതിൽ നിന്ന് തിരികെ എടുത്ത് വീണ്ടും ഇട്ടങ്ങനെ കുറേ ഐറ്റങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും എന്തായാലും ആ രാത്രി നല്ലോണം ആഹാരം കഴിച്ചിട്ടുണ്ട്. അതാണ് പോയിന്റ്. അങ്ങനെ വൈകി ഉറക്കത്തിലാണ്ട് കിടക്കുമ്പോഴാണ് ലൂക്ക് പുറത്താരോ കരയുന്ന ശബ്ദം കേട്ട് ചെന്നിറങ്ങി നോക്കുന്നത്. അപ്പോൾ അവിടെ കിടക്കുകയാണ് പുതുതായി എത്തിയ ആ കുട്ടി. ലൂക്ക് പറഞ്ഞ പോലെ കൊച്ചു ചെക്കനായ ഐവറി. അവനും പാവം മറ്റുള്ളവരെ പോലെ ഉണർന്നെണീറ്റപ്പോൾ ഇത് വീടല്ലെന്ന് മനസ്സിലാക്കി ഇടനാഴിയിലൂടെ അവിടെ വന്ന് കിടന്ന് കരയുകയാണ്, ഒരു ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ. അവനെ എല്ലാവരും നോക്കി നിൽക്കെ കലീഷയുമൊത്ത് ചെക്കൻ സംസാരിക്കാനിടയാവുന്നു, അതും മൈൻഡിലൂടെ, ടെലിപ്പതി വെച്ച്. നിക്കി ഒരു മിഠായി എടുത്തു കൊടുക്കുമ്പോൾ അത് കൊടുക്കരുത്, അവൻ അലർജിയാണ് എന്നറിയിച്ചതിന് പിന്നാലെ ജോർജ് കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലീഷ അതിശയത്തോടെ പറയുന്നുണ്ട്, അവൻ നല്ല സ്ട്രോങ് ആണ്. എങ്ങനെയെന്നാൽ ഞാനൊരു കുന്നാണെങ്കിൽ അവൻ മൗണ്ട് എവറസ്റ്റ് ആണ്. കലീഷ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ലൂക്കും നിക്കിയും കാത്തിരുന്ന ആ ഒരാൾ എത്തിയിരിക്കുവാണ്. പ്രാർത്ഥന ദൈവം കേട്ടെന്ന പോലെ സ്ട്രോങ് TB ഉള്ള കുട്ടി എത്തുമ്പോൾ അവളുടെ ജയിൽ ബ്രേക്കിൻ്റെ പ്ലാൻ ഈസ് ഓൺ. അപ്പോൾ സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് ചാപ്റ്റർ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ലവ്ലീസ്.